കരിക്കകത്ത് പോലീസ് ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞു. പാർവതി പുത്തനാറിലേക്കാണ് പേട്ട പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് മറിഞ്ഞത്. പുലർച്ചെ 2:30ഓടെയായിരുന്നു അപകടം. ഹരിയ, അപകടത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റ് അപായങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ജിൽസി, ദൃശ്യങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ വലിയ അപകടം എന്ന് തന്നെ നമുക്ക് തോന്നും. പക്ഷേ യാതൊരു തരത്തിലുള്ള പരിക്കുകളും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് 2 പോലീസുകാർ ആ ജീപ്പിൽ ഉണ്ടായിരുന്നു. SI ആയിട്ടുള്ള പേട്ട പോലീസ് സ്റ്റേഷനിലെ SI മനോജും ഡ്രൈവറുമാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. ഇരുവർക്കും പരിക്കുകളൊന്നുമില്ലാതെ തന്നെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇന്ന് പുലർച്ചെ ഒരു 2:30 ആ ഭാഗത്തേക്ക് പെട്രോളിങ്ങിന്റെ ഭാഗമായി തന്നെ പോവുകയായിരുന്ന പോലീസ് ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. എതിർവശത്ത് നിന്ന് വന്നിട്ടുള്ള വാഹനം ലൈറ്റ് അടിക്കുന്നതിനിടയിൽ അത് മുഖത്തടിച്ചപ്പോൾ വെട്ടിക്കാൻ നോക്കുകയായിരുന്നു. ആ വെട്ടിക്കാൻ നോക്കുന്നതിനിടയിൽ പോസ്റ്റിലിടിച്ചാണ് പാർവതി പുത്തനാറിലേക്ക് ഈ ജീപ്പ് മറിയുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തത്. തുടർന്ന് പുലർച്ചെ തന്നെ വാഹനം അവിടെ നിന്ന് മാറ്റുകയും പോലീസ് ഉദ്യോഗസ്ഥർ പരിക്കുകളില്ലെങ്കിൽ പോലും അവർ പ്രാഥമിക ചികിത്സ ആശുപത്രിയിൽ നിന്ന് തേടിയിട്ടുണ്ട്. ഈ അപകടം നടന്നത് കരിക്കകത്ത് വെച്ചാണ്. കരിക്കകത്ത് പാർവതി പുത്തനാറിലേക്കാണ് ഇത് മറിഞ്ഞത്. കരിക്കകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മകളിൽ ചിലപ്പോൾ കാണും. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു സ്കൂൾ വാൻ അപകടത്തിൽപ്പെട്ട ഒരു വലിയ ദുരന്തമുണ്ടായിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അപകടങ്ങൾക്ക് വീണ്ടും സാധ്യതയുള്ളൊരു സ്ഥലമായി മാറുകയാണ് എന്നുള്ളത് കൂടി ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് അധികൃതരുടെ. എന്തായാലും അപകടമുണ്ടായി, പക്ഷെ പരിക്കുകളൊന്നുമില്ല, മറ്റ് അപായങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായത്. ശരി, എന്തായാലും അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെങ്കിലും വലിയ അപായങ്ങൾ, പരിക്കുകളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ള വാർത്ത തന്നെയാണ് കരിക്കകത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത് ഹരിമോഹൻ.